ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ജീവിതത്തിൽ ഭയവും അനിശ്ചിതത്വവും നമ്മെ നിരന്തരം തളർത്തുമ്പോൾ നമുക്ക് ഏറ്റവും ധൈര്യം നൽകുന്ന ഒരു വചനമാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദാ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കത്തോലിക്ക സഭയുടെ പ്രധാന രേഖയായ വത്തിക്കാൻ കൗൺസിൽ പ്രമാണത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: പെന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ എഴുന്നള്ളി വന്നത് അവരെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ലോകത്തോട് സുവിശേഷം പ്രഘോഷിക്കാനുമുള്ള അമാനുഷിക ശക്തി നൽകാനുമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയങ്ങളെയും മറ്റുള്ളവരുടെ മുൻവിധികളെയും ഭയന്ന് പലപ്പോഴും നാം നമ്മുടെ വിശ്വാസം പരസ്യമായി ഏറ്റുപറയാൻ മടിച്ചിട്ടുണ്ട്. എന്നാൽ അടച്ചിട്ട മുറിയിൽ ഭയന്നിരുന്ന അപ്പോസ്തലന്മാരെ ധീരരാക്കി മാറ്റിയ ആ ദൈവിക ശക്തി ഇന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന ബോധ്യം നമ്മെ പുതിയൊരു മനുഷ്യരാക്കുന്നു. എല്ലാ ഭയങ്ങളെയും ആശങ്കകളെയും ദൂരീകരിച്ച് വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും യേശുവിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് ഏവർക്കും ആവട്ടെ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഇ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.